അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് പോയി ഹണിമൂൺ ആരംഭിച്ചു. ശന്തനും മറ്റേ ഗംഗാദേവിനും കൂടി ഹണിമൂൺ തുടങ്ങിയ ആദ്യത്തെ കുട്ടി ഉണ്ടായി. ആദ്യത്തെ കുട്ടി അഷ്ടവസുക്കളിൽ ആദ്യത്തോന വസിഷ്ഠൻ്റെ ശാപം കിട്ടിയാളാ. കുട്ടി ഉണ്ടായപ്പോൾ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഗംഗ ഈ കുട്ടിയെന്ന് അതിലെറിഞ്ഞു. ചേട്ടാ ഗ്രഹപ്പഴേ ചന്ദനന് വലുതും പറയാൻ പറ്റുമോ? പറഞ്ഞ സംഗതി ഡൈവേഴ്സാവും, ലിവിങ് ടുഗദർ അവിടെ അവസാനിക്കും. അങ്ങനെ 7 മക്കളെ പ്രസവിച്ചു. 7 മക്കളെ പ്രസവിച്ച് 7 കുട്ടികളെയും ഗംഗ യാതൊരു കാരുണ്യവും ഇല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗയിലേക്ക് അറിയും. എന്തിങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അഷ്ടവസുക്കൾ 7 കുട്ടികളെ ജനിച്ചാൽ 1 കൊല്ലം ഭൂമിയിൽ ജീവിക്കണ്ടോയെന്ന് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 കുട്ടികൾ ജനിച്ച ഉടനെ ഇതിലെറിഞ്ഞു, ഗംഗാനദിയിലെറിഞ്ഞു. 8ാമത്തോൻ ജനിച്ചു. അവനാണ് ദ്യോവ്. അവനാണ് വസിഷ്ഠൻ്റെ പശുവിനെ നന്ദിനിയെ ഭാര്യയുടെ ഒത്താശയോടുകൂടി കട്ടുകൊണ്ടുപോകാൻ ലീഡർഷിപ്പ് കൊടുത്തത്. അവനാണ് അതിൻ്റെ ക്യാപ്റ്റൻ, പശുവിൻ്റെ കട്ടയിലെ.